24 കണക്റ്റും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ വീടിന്റെ തറക്കല്ലിടൽ ക്രമം കാസർഗോഡ് ജില്ലയിലെ മേൽപ്പറമ്പിലാണ് ഇന്നിപ്പോൾ നടന്നത്. തറക്കല്ലിടൽ ചടങ്ങ് കർമ്മം നിർവഹിച്ചത് ഈ വീട്ടിലെ വൃദ്ധമാതാവും വാർഡ് മെമ്പറും ചേർന്നാണ്. ഈ മേൽപ്പറമ്പ അരമങ്ങാനം ഉല്ലൂജി സ്വദേശി പി വിജയലക്ഷ്മിക്കാണ് ഇത്തവണത്തെ വീട് ലഭിച്ചത്. വിജയലക്ഷ്മി ചേച്ചി നമുക്കിപ്പോൾ ചേരുകയാണ്. ചേച്ചി, എന്താ വീടിന്റെ കുടുംബത്തിലൊക്കെ ഒരു അവസ്ഥ? കുടുംബത്തിൽ വാടകയ്ക്കുള്ള കല്യാണം കഴിഞ്ഞിട്ട് വന്ന തന്നെ വാടകല്, പിന്നെ എല്ലാത്തിലും എടുത്ത് സ്ഥലം എടുത്തിട്ട് 10 വർഷമായി. ഒന്നും അനുകൂലം ഒന്നും കിട്ടിയിട്ടില്ല. അപേക്ഷയൊക്കെ കൊടുത്തിരുന്നു പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിരുന്നു, കിട്ടിയിട്ടില്ല. നടുവിൽ പേര് വന്നു, അതുകൊണ്ട് കിട്ടിയിട്ട. പിന്നെ എനിക്ക് നിങ്ങളെ 24 ചാനലിന് വേറെ ആളിങ്ങനെ നമ്പർ തന്നു. അതിനോട് ഞാൻ സജീവ് സാറെ നമ്പറും കിട്ടി. എന്നിട്ട് സജീവ് സാറെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു തന്നല്ലോ. പിന്നെ മെമ്പറെ വിളിച്ചു. പിന്നെ ഞങ്ങളെ വീട്ടിലെ മുമ്പത്തെ മെമ്പറുണ്ട്, കഴിഞ്ഞ വർഷത്തെ, ആ മെമ്പറോടെല്ലാം പറഞ്ഞിട്ട് അവർ സന്തോഷമായി. പിന്നെ സജീവ് സാറും ഉദയകുമാർ സാറ്, വാർഡ് മെമ്പർ, ഉദുമ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ നിർമ്മല ചേച്ചി കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. ചേച്ചി, നമ്മൾ ഒരുപാട് വീടുകൾ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ സഹകരണം വേണം. വളരെയധികം സന്തോഷമാണ് നിങ്ങളിങ്ങനെ പാവപ്പെട്ടവർക്ക് ഇങ്ങനെ ഒരു വീട് നൽകുന്നത്. അതിന് ഞങ്ങൾ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇനിയും എത്രയോ പേർക്ക് ഇതുപോലെ നിങ്ങൾക്ക് വീട് കെട്ടിക്കൊടുക്കാനും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ എല്ലാവർക്കും വീട് കെട്ടിക്കൊടുക്കാനുള്ള ഈ 24 ചാനലിനും ഈ ഫൗണ്ടേഷനും സാധിക്കട്ടെ എന്ന് ഉദുമ ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിലും അരമങ്ങാനം 4 വാർഡിൻ്റെ പേരിലും ഞാൻ ആശംസിക്കുന്നു. ഇവരുടെ വീട് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വൃദ്ധമാതാവും 2 മക്കളും ഭർത്താവും ഉൾപ്പെടെ 5 അംഗ കുടുംബമായിരുന്നു പി വിജയലക്ഷ്മിയുടേത്. അതിൽ 3 പേർ രോഗികളായിരുന്നു. ഇപ്പോൾ നിലവിൽ അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. എത്രയും പെട്ടെന്ന് വീട് നിർമ്മിച്ച് നൽകാൻ സാധിക്കുമെന്നാണ് 24 കണക്റ്റും പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ മറ്റുള്ള ചാനലിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ച് പാവപ്പെട്ടവൻ്റെ കൂടെ നിന്നുകൊണ്ട് അവർക്കൊരു ഭവനം ഒരുക്കിക്കൊടുത്ത് എല്ലാ സംവിധാനവും ചെയ്തു കൊടുക്കുന്ന 24നും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ആശംസകൾ ആദ്യം നേരുന്നു. ഇനിയും ഏകദേശം 13ഓളം വീടുകളുടെ പ്രവർത്തനങ്ങളുമായി, പേപ്പർ വർക്കുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ജില്ലാ താലൂക്ക് കോർഡിനേറ്റർമാർ കൂടി ഇന്നിപ്പോൾ ഈ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് പ്രമാണിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നാളെയാണ് മുള്ളേരിയിലെ 5ാമത്തെ വീടിൻ്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കുന്നത്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്.